വെൽക്കം ബാക്ക് ടു എ ചാനൽ. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് കാന്താര ചാപ്റ്റർ 1 ഋഷഭ് ഷെട്ടി നായകനായും സംവിധാനം ചെയ്യുന്ന സിനിമ കാണാൻ ഒന്നരക്കത്തെ ഷോ വനിതാ. കാന്താര ചാപ്റ്റർ 1 ഡയറക്റ്റഡ് ബൈ ഋഷഭ് ഷെട്ടി, പ്രൊഡ്യൂസ്ഡ് ബൈ ഹൊംബാലെ ഫിലിംസ്. എന്താ പറയാ, ഹൊംബാലെ ഫിലിംസിൻ്റെ അടുത്തൊരു വിഷ്വൽ ട്രീറ്റ് പടം എനിക്ക് എടുത്ത് പറയാം, ഒറ്റ വാക്കി പറയാം. എന്താ പറയാ, ഋഷഭ് ഷെട്ടി നിങ്ങൾ സമ്മതിക്കണം സാറേ. ഹൗ ക്യാൻ യു മാൻ? ഒരു സമയത്ത് ആക്ടിങ്ങും ഒരു സമയത്ത് ഡയറക്ഷനും രണ്ടും എങ്ങനെ ഫോക്കസ് ചെയ്തെടുക്കാൻ പറ്റും? അമ്മാതിരി വേറെ ലെവൽ രീതിയിൽ പ്രസൻറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഡയറക്ഷൻ ആണെങ്കിൽ, നിങ്ങളുടെ ആക്ടിങ് ആണെങ്കിൽ, പെർഫോമൻസ്, വൺസ് അഗൈൻ യു പ്രൂവ്ഡ് ഇറ്റ്. നിങ്ങൾ ഇത്തവണ അവാർഡ് കൊണ്ട് പോകുമോ? ഈ പോക്കാണെങ്കിൽ എന്താ പറയാ. ഇറ്റ് വാസ് എ ജെന്യുവൻ ഒപ്പീനിയൻ ടു ടെൽ യു ദാറ്റ് യു വാസ് നെയിൽഡ് ഇൻ ദിസ് മൂവി. അങ്ങനെ ഒരിക്കൽ കൂടി ആദ്യ ഭാഗത്തിന് ശേഷം വീണ്ടും ഋഷഭ് ഷെട്ടി ഞെട്ടിച്ചു എന്ന് പറയാം ഈ പടത്തിൽ. എന്താ പറയാ, ഈ സിനിമയുടെ പോസിറ്റീവ് ഘടകമായിട്ട് കുറേ എനിക്ക് പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയുടെ മേക്കിംഗ് ആണെങ്കിലും, വിഷ്വൽസ് ആണെങ്കിൽ, ടെക്നിക്സ് ആയിട്ടാണെങ്കിലും, പിന്നെ BGM മ്യൂസിക്കും. അജനീഷ് ലോകനാഥ് എന്ന് പറഞ്ഞൊരു മ്യൂസിക് ഡയറക്ടറിൻ്റെ BGM അതൊരു നട്ടലാണ് ഈ സിനിമയുടെ. ഹി വാസ് ദ ബാക്ക് ബോൺ ഓഫ് ദിസ് മൂവി. കാരണം ഓരോ സീനിലും ഇമ്പാക്റ്റ് എന്നത് ഇങ്ങനെയുടെ കറക്റ്റ് BGM പ്ലേസ്മെൻ്റാണ്. എന്താ അല്ലേ ഈ സിനിമയുടെ കൺസെപ്റ്റും തീമും എല്ലാം. സംഭവം എന്ന് വെച്ചാൽ ഈ പടം ഫിക്ഷൻ ആണെങ്കിലും, പക്ഷേ ഇതിൽ കുറേ റിയൽ സംഭവങ്ങളുണ്ട്, റിയൽ ഇൻസിഡൻ്റ് ആയിട്ടുണ്ട്. അതായത് റിയൽ ഫാക്റ്റ് എന്ന് പറയുന്നതാണെങ്കിൽ ഈ സിനിമയിൽ ഭക്തി ആയിട്ടാണെങ്കിൽ ഭക്തിയുണ്ട്, ഇമോഷൻസും ഉണ്ട്. ഇത് കൂടാതെ കുറേ ആക്ഷൻ രംഗങ്ങളുണ്ട്, പിന്നെ കോമഡി ഉണ്ട്. ഇതിൽ കോമഡി പാട്ട് വെച്ചാണെങ്കിൽ ഫസ്റ്റ് പാർട്ട് വെച്ച് കമ്പയർ നോക്കുമ്പോൾ സെക്കൻഡ് പാർട്ടിൽ കോമഡി എനിക്ക് വർക്കായി. എനിക്ക് ഇഷ്ടപ്പെട്ടു. ചില സീൻസിലുള്ള ഞാൻ മലയാളം ഡബ്ബാണ് ഞാൻ ഈ സിനിമയുടെ കണ്ടത്. പിന്നെ മലയാളം ഡബ്ബ് കണ്ടുകൊണ്ട് ആയിരിക്കാം വരും, പക്ഷേ ഇത് ഭയങ്കര ഒരു എൻ്റർടൈനിങ് ആയിരുന്നു. എനിക്ക് സിനിമയുടെ ഫസ്റ്റ് ഹാഫ് വളരെ എൻ്റർടൈനിങ്, ഒരു ഫൺ നിറഞ്ഞൊരു ഗുഡ് ഫസ്റ്റ് ഹാഫായിട്ട് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് ഇതിൻ്റെ ഇൻ്റർവൽ ബ്ലോക്ക് ഉണ്ടല്ലോ, ഇൻ്റർവൽ ബ്ലോക്ക് ഇട്ട് പിന്നെ സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിനേക്കാളും വേറെ ലെവലെത്തിച്ച്. ഇൻ്റർവൽ ഒരു കിഡിലും ബ്ലോക്കായിട്ട് തന്നത്. അതുപോലെ സെക്കൻഡ് ഹാഫ് ആണെങ്കിൽ ഫസ്റ്റ് ഹാഫിനേക്കാളും കുറേ ഹൈ മൊമെൻറ്റ്സും വൗ ഫാക്ടർ എലമെൻറ്റ്സും പിന്നെ കുറേ ഇൻറ്റൻസ് ആയിട്ടുള്ള കുറേ സീൻസൊക്കെ എടുത്തു വെച്ച് കുറച്ചൊക്കെ ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ഇമ്പാക്റ്റ് തരുന്ന സീൻ സെക്കൻഡ് ഹാഫിലുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ അവസാനം 40 മിനിറ്റും എന്താ പറയുക, ടെറഫിക് എന്ന് പറയാം. ഈ സിനിമയിൽ ഋഷഭ് ഷെട്ടി കൂടാതെ ബാക്കി എല്ലാവരുടെ ക്യാരക്ടർ നന്നായി ചെയ്തിട്ടുണ്ട്. രുക്മിണി വസന്ത്, അതായത് സിനിമയുടെ നായിക, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഋഷഭ് ഷെട്ടിക്ക് ശേഷം പിന്നെ ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഇടലായിട്ട് സ്കോർ ചെയ്തത് പറയുകയാണെങ്കിൽ നമ്മുടെ മോളിവുഡിലെ ഒരേ ഒരു താരമാണ് ജയറാമേട്ടൻ. എൻ്റെ പൊന്നുമാഷ, ഇതാണ് നിങ്ങളൊരു കുറേ കാലത്തിന് ശേഷം നിങ്ങളുടെ ഇങ്ങനത്തെ ഒരു വേറെ ക്യാരക്ടർ. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ മുന്നത്തെ സിനിമയിൽ ഇദ്ദേഹം ചെയ്തിട്ടുള്ള ക്യാരക്ടർ എല്ലാവർക്കും ഒരു കോമഡി പീസായിട്ട് തോന്നിയിട്ടുള്ളത്. റെട്രോയിൽ പുള്ളിയുടെ ക്യാരക്ടർ ഭയങ്കര ഒരു കോമഡി ക്യാരക്ടറായിട്ട് തോന്നി. പക്ഷേ ഇതിൽ പുള്ളിയുടെ റോളുണ്ടല്ലോ, ബെസ്റ്റ് റോളെന്ന് പറയാം. ഒന്നും പറയാനില്ല, കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല, സ്പോയിലറായി പോകും. നിങ്ങൾ ഉറപ്പായിട്ട് ഇത് തിയേറ്ററിൽ പോയി കണ്ടോ. എനിക്ക് അത്ര പറയാനുള്ളൂ. ഒരു കാന്താര 1 എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് സെക്കൻഡ് പാർട്ടായിട്ട് തോന്നിയത് കാന്താര 2. എന്ന് വെച്ചാൽ ഈ സിനിമയുടെ ആദ്യ ഭാഗം ഞാൻ തിയേറ്ററിൽ പോയി അല്ല ഞാൻ കണ്ടത്. അത് തിയേറ്ററിൽ പോയി കാണാൻ തന്നെ എനിക്ക് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പകരം OTT കണ്ടപ്പോൾ ഇത് ഞാൻ ആലോചിച്ചത് തിയേറ്ററിൽ ആൾക്കാർ പറഞ്ഞ പോലെ അത്ര വലിയ സംഭവമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അവസാനം 20 മിനിറ്റ്, അതിൻ്റെ അവസാനം 20 മിനിറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെടും. അതായിരുന്നു ആ സിനിമയുടെ ഏറ്റവും വലിയ നട്ടലെന്ന് തോന്നുന്നത്.
കാന്താര ചാപ്റ്റർ 1 വിജയിക്കാൻ കാരണം ആ സിനിമയുടെ ക്ലൈമാക്സ് 20 മിനിറ്റാണ്. അതൊരു ലെജൻഡറി ക്ലൈമാക്സ് സീനാണ്. അതുപോലെ അതിനേക്കാളും ഭയങ്കരമായിട്ട് കാണാൻ ഇഷ്ടപ്പെട്ട് ഭയങ്കരമായിട്ട് എനിക്ക് കണക്റ്റായി തോന്നിയ സെക്കൻഡ് പാർട്ടാണ് എനിക്ക് ചെയ്തത്. ഇത് മികച്ച ഒരു സെക്കൻഡ് പാർട്ട്. സത്യം പറഞ്ഞാൽ ഈ സിനിമയ്ക്ക് നല്ല ഹൈപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഈ സിനിമയുടെ ആദ്യ ഭാഗം തിയേറ്ററിൽ വിജയിച്ചതുകൊണ്ട് മാത്രമല്ല, ഈ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് കുറേ പേര് മരണപ്പെട്ടിട്ടുണ്ട്. ഈ ഷൂട്ടിംഗ് എടുക്കുന്ന ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല റിസ്കി എലമെൻസോടെയാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തെടുത്തതെന്ന് ഋഷഭ് ഷെട്ടി ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഋഷഭ് ഷെട്ടി ഇത് ചുമ്മാ പറഞ്ഞല്ലാന്ന് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. എനിക്ക് നല്ലൊരു ഹോപ്പും അത്യാവശ്യം ഒരു ഹൈപ്പൊക്കെ വിചാരിച്ചിട്ട് ഞാൻ കയറി കണ്ടതാണ് ഈ പടം. അത് അതിനൊരു ഒറ്റ കാരണമുള്ളൂ, ഇതൊരു ഡിവോഷണലായിട്ട് കുറേ എലമെൻറ്റ്സ് ഉണ്ട് സെക്കൻഡ് ഹാഫിൽ. അത് സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ പണ്ടത്തെ കാലത്ത് കുറേ കേട്ടിട്ടില്ലേ, ഗുളികൻ്റെ ശക്തി, അതായത് ഗുളികൻ്റെ ശാപം, അങ്ങനെ കേട്ടിട്ട് നിങ്ങൾ കുറേ കേട്ടില്ല. അതിൻ്റെ ഒരു കൺസെപ്റ്റാണ് പടം. അത് ചുമ്മാന്നല്ല, അങ്ങനെ വിചാരിച്ച് പോകുന്നവർക്ക് പണി കിട്ടത്തേ ഉള്ളൂ. നിങ്ങളത് നന്നായത് എന്താ പറയുക, അത് നിസ്സാരമായിട്ട് എടുക്കാതെ വളരെ അതായത് ഞാൻ വളരെ ശൂന്യമായിട്ട് ഒട്ടും വലിയ അമിതമായിട്ട് പ്രതീക്ഷ കൊടുക്കാതെ കയറി കണ്ടത് കൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് അതിൻ്റെ ആ പവർ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. എന്ന് വെച്ചാൽ അത് ശരിക്കുള്ള സംഭവമാണ്. അത് തന്നെ ആ സിനിമയിൽ എനിക്ക് നന്നായിട്ട് എടുത്ത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഈ സിനിമ ഏറ്റവും ഹൈ ലെവലിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അത് ഋഷഭ് ഷെട്ടി എത്ര നന്നായിട്ട് അത് നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ടുണ്ട്. പുള്ളി ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുള്ളി ഇപ്പോൾ ഈ ഷൂട്ടിങ് ചെയ്യുമ്പോൾ പലവട്ടം മരണത്തെ മുഖാമുഖം 4-5 പ്രാവശ്യം കാണേണ്ട അവസ്ഥ വന്നിട്ടുണ്ടെന്ന്. കാരണം അവർ ചുമ്മാ പറഞ്ഞതല്ല, ഇറ്റ് വാസ് ഫാക്റ്റ്. അതെനിക്ക് എൻ്റെ സിനിമയിൽ ആ റിസ്കി എലമെൻറ്റ്സ് എടുത്ത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി പുള്ളി നന്നായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട് ആ പടത്തിൽ. എന്താല്ലേ അതിന് ഹാറ്റ്സ് ഓഫ് ഹിം, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഒരു മൊത്തത്തിലൊരു വേറെ ലെവലായിട്ടാണ് ഈ പടം. ഒരു മേക്കിങ് ആദ്യ ഭാഗത്തെക്കാളും വലിയ ഗ്രാൻഡ് ലെവൽ മേക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നി. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആകെ ചെറിയ നെഗറ്റീവ് എന്ന് വെച്ചാൽ ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ചിലയിടത്ത് എനിക്കൊരു ലാഗ് അനുഭവപ്പെട്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ എനിക്ക് കാര്യമായിട്ട് ഒരു കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. ഇതൊരു മസ്റ്റ് വാച്ച് പടമെന്ന് ഞാൻ പറയും. ഇത് പക്ക വിഷ്വൽ ട്രീറ്റ് മൂവി എന്ന് ഞാൻ എടുത്ത് പറയും. അപ്പോൾ ഇത് ധൈര്യമായിട്ട് പോയി ടിക്കറ്റ് എടുത്ത് കണ്ടോളൂ. ഇത് ചിലർ നെഗറ്റീവ് അടിക്കുന്നുണ്ട് ഈ സിനിമയെ, പ്രത്യേകിച്ച് സീക്രട്ട് ഏജൻറ്. അവൻ്റെയൊക്കെ അപ്പോൾ നോക്കാണ്ട് നിങ്ങൾ നേരെ പോയി തിയേറ്റർ വെച്ച് പിടിച്ചോ, പോയി കാണോ. നിങ്ങളുടെ ടിക്കറ്റ് റേറ്റിന് മുതലാവുന്ന ഒരു ഐറ്റമാണ് വന്നിരിക്കുന്നത്. കാന്താര 2 തൂക്കിയെന്ന് പറയാം ഈ സീസണിൽ. എനിക്ക് അത്രേ പറയാനുള്ളൂ. എന്തായാലും ഇത് തിയേറ്ററിൽ 1 ലെവൽ ബ്ലോക്ക് ബസ്റ്റർ അടിക്കാൻ ചാൻസ് ഉണ്ട്, ഉറപ്പാണ്. കാരണം അതിൻ്റെ എല്ലാ എലിമെൻറ്റ്സും എനിക്ക് പടത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത്രേ ഉള്ളൂ. കാന്താര 2, അതായത് കാന്താര ചാപ്റ്റർ 1 എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. ഈ സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 5-ൽ 4.5 ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് വരാം. അതായിരിക്കും സുലാൻ. പിന്നെ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്ന മുന്നേ ഇന്ന് ഉച്ചയ്ക്ക് ലാലേട്ടൻ മമ്മൂക്ക കോമ്പോയിൽ വന്നിട്ടുള്ള പാട്രിയോട്ട് എന്ന സിനിമയുടെ ടീസർ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ വരുന്നതായിരിക്കും ഇതിൻ്റെ തൊട്ട് പിന്നാലെ. അതുവരെയും വെയിറ്റ്.